എനിക്കെങ്ങും അവനോട് ഒരു ഇഷ്ടമില്ലായിരുന്നു. അവൻ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തെ ഞാൻ ഞെട്ടിപ്പോയി. എന്താ കണ്ടിട്ട് അവന് തോന്നി എനിക്ക് അവനോട് ഇഷ്ടമാണെന്ന്? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ഈ ഡയലോഗ് ഒരുപാട് പെൺപിള്ളേരും ആൺപിള്ളേരുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാച്ചിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഒരാൾ പറയാണ് നമ്മൾ അയാളോട് കാണിച്ച ഫ്രണ്ട്ഷിപ്പിൽ അയാൾക്ക് പ്രണയം തോന്നിയെന്ന്. ഒരിക്കലും ആ പറഞ്ഞയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കാണിക്കുന്ന ഈ ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഇച്ചിരി ഇഷ്ടം കൂടുതലൊക്കെ കാണും. ഞാനും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ആ സമയത്ത് നമുക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നുക, പക്ഷേ പിന്നെ നമ്മൾ നമ്മുടെ മനസ്സിലെ സമനില തിരിച്ചു കൊണ്ടുവരും. അടുത്ത മൊമെൻറ്റിൽ നമ്മൾ പഴയ ഫ്രണ്ട് തന്നെയാവും. എന്നാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ആൾക്ക് നമ്മുടെ ഈ ചേഞ്ചൊന്നും മനസ്സിലാവില്ല. അയാൾ നമ്മൾ ആ ചിരിച്ചത് മാത്രമേ കാണുള്ളൂ, നമ്മൾ കാണിച്ച ആ അടുപ്പം ഓർക്കുന്നത്. അപ്പം അയാൾ വിചാരിക്കുന്നത് എന്താ, നമുക്ക് പ്രണയമാണ്, ഇനി ആ പ്രണയം കണ്ടിന്യൂ ചെയ്യുമെന്നല്ലേ. മനസാക്ഷിയോട് ചോദിച്ചിട്ടൊന്ന് പറഞ്ഞേ, പലപ്പോഴും നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലേ? ഒരു മൊമെൻറ്റിലൊരിഷ്ടം, പക്ഷെ അടുത്ത മൊമെൻറ്റിൽ ആ ഇഷ്ടത്തെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടില്ലേ? അതുകൊണ്ടല്ലേ നീ എന്നോടൊരിക്കൽ പ്രണയം കാണിച്ചിട്ടില്ലേ എന്ന് ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കേണ്ട വന്നിട്ടില്ലേ? തെറ്റുകാരി നമ്മളല്ലേ എന്ന ചോദ്യത്തോടെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ പോകുന്നു അടുത്ത പാട്ടിലേക്ക്. ബി വിത്ത് മീ റീനു ഇൻ ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങളും പ്രണയ സന്ദേശങ്ങളും നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എനിക്കിവിടെ വായിക്കുമ്പോൾ എനിക്കിച്ചിരി ചിരി വരുന്നുണ്ട്, എന്നാൽ അയച്ചയാൾക്ക് നല്ല സങ്കടം വരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അങ്കിത് എന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിരിക്കുക. കഥ കേൾക്കണോ? ഈ ആൾ എൻ്റെ സീനിയറാണ്. ഐ എം റിയലി ഗോയിങ് മാഡ്, ഐ കാൻ കൺട്രോൾ എനിമോർ. എൻ്റെ ഈ സീനിയറിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എങ്ങനെയാണ് ആ പ്രണയം പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് തരുമോ? എന്നിട്ട് അവന് വേണ്ടിയിട്ടൊരു പാട്ടും വെക്കുമെന്ന്. ലവ് ബൈറ്റ്സിൽ എന്തോരം പേരാണ് ഇത് തന്നെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എല്ലാ കാര്യവും ലോകത്തിൽ ചെയ്യാനറിയാലോ, ഈ ഒരു കാര്യം മാത്രം എന്താ എത്ര മടി? മനസ്സിൽ പ്രണയം തോന്നിയാൽ അത് തുറന്ന് പറയണം എന്നുള്ളത് ബാലപാഠങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണോ? അങ്കിത്തിന് വേണ്ടി പാട്ട് വെച്ച് തരാം. പിന്നെ പേര് പറയാത്തതിൻ്റെ കൂട്ടുകാരി, എന്താ എത്ര പേടിക്കാൻ? ആ പ്രണയം ഒന്ന് അറിയിച്ചേരുന്നേ, അയാളെന്തായാലും പിടിച്ച് വിഴുങ്ങൊന്നുമില്ലല്ലോ അല്ലേ? ഇതുപോലെ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോളൂ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ ഡെഡിക്കേഷൻ ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കാണാൻ സുന്ദരിമാരായ പെൺകുട്ടികൾക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരും. അപ്പോൾ അവർക്ക് ശരിക്കും അറിയത്തില്ല അതിലാരെയാ തീരുമാനിക്കേണ്ടതെന്ന്. അപ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്നേ എന്ന് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലേക്ക് റീനുവിൻ്റെ അടുത്ത് നിശാന്ത് ഒരു മെസ്സേജ് അയച്ചു. ചില സമയത്ത് നമ്മുടെ കണ്ണുകൾ കളിപ്പിക്കും. റീനു പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിക്കും. ബോയ്സിന് മാത്രമല്ല നമുക്കും പറ്റാറുണ്ട് ഇങ്ങനത്തെ മിസ്റ്റേക്സൊക്കെ. ആയിഷ ഈ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ഒരാൺകുട്ടി എല്ലാ ദിവസവും അവളെ നോക്കി ചിരിക്കായിരുന്നു. അവൻ പക്ഷെ ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് അവളോട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നത്. ആയിഷയും തിരിച്ച് ചിരിക്കുമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൻ ഇവളുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് എൻ്റെ പെങ്ങളുടെ അതേ ചായ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൾ പറഞ്ഞേ ഹൃദയം തകർന്നു പോയി എന്നാണ്. പിന്നെ മിന്നു പറഞ്ഞിട്ടുണ്ട് അവളുടെ ക്ലാസ്സിൽ പഞ്ചൽ എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൾ ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ട് അവൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ അവനും വളരെ ഫ്രീ ആയിട്ട് തിരിച്ച് പെരുമാറി. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പേ ഉള്ളായിരുന്നു. കുറേ കാലം കഴിഞ്ഞല്ലേ മനസ്സിലായി അവന് കടുത്ത പ്രണയമായിരുന്നു. ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടതെന്ന്. ഉണ്ടായിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ അനുഭവങ്ങൾ. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഇനി വരുന്ന പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഈ നല്ല മെമ്മറീസിനെ ഒന്നായി ഇറക്കിക്കോ. The feeling of love starts from the eye and the feeling of like starts from the ears. So, if you stop liking a person you used to like, all you need to do is cover your ears. But if you try to close your eyes, love turns into a drop of tear and remains in your heart forever and after. ഇഷ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്നത് മനസ്സിന് എപ്പോഴും ദുഃഖം മാത്രമേ തരൂ. അയാളെ നഷ്ടപ്പെടും എന്നുള്ള ഒരു ചെറിയ ചിന്ത പോലും എത്രയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ഇഷ്ടങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാവണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ നിന്ന് ഞാൻ റീനു പോവാം.
before I go, let me say, love, keep loving, and keep listening to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.